നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കും, പക്ഷേ എവിടെയൊക്കെയോ വെച്ച് അതങ്ങ് പാളിപ്പോകും. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജെയിംസ് ക്ലിയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടും. നമുക്ക് നോക്കാം എങ്ങനെയാണ് തീരെ ചെറിയ ശീലങ്ങൾ കൊണ്ട് അവിശ്വസനീയമായ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. നമ്മൾ ഭയങ്കര ആവേശത്തോടെ ചിലപ്പോൾ തീരുമാനിക്കും, ഓക്കെ, എനിക്കൊരു അടിപൊളി പോഡ്കാസ്റ്റ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കണം എന്നൊക്കെ. ആദ്യത്തെ കുറച്ചു ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷേ പിന്നെ പതിയെ പതിയെ ആവേശമൊക്കെ എങ്ങോട്ടോ പോകും, അല്ലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ വലിയ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ നിന്നു പോകുന്നത്? പ്രശ്നം നമ്മുടെ ചിന്താരീതിയിൽ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പുരോഗതിക്കും വലിയൊരു കുതിച്ചുചാട്ടം വേണമെന്നാണ്. എല്ലാം ഒറ്റയടിക്ക് മാറണം, റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടണം. പക്ഷേ സത്യം അതല്ല. ഈയൊരു ഭാരം താങ്ങാൻ പറ്റാതെയാണ് നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നത്. പ്രശസ്തമായൊരു ബാസ്കറ്റ്ബോൾ ടീമാണ് സാൻ ആന്റോണിയോ സ്പേഴ്സ്. അവരുടെ ലോക്കർ റൂമിൽ എഴുതിവെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. അതായത്, ഒരു കല്ലുടക്കുന്നയാൾ 100 തവണ ഒരു പാറയിലടിക്കുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ 101ാമത്തെ അടിയിൽ ആ പാറ രണ്ടായി പിളരുന്നു. അപ്പോൾ ആ അവസാനത്തെ ഒരൊറ്റ അടിയാണോ ആ മാറ്റമുണ്ടാക്കിയത്? ഒരിക്കലുമല്ല. അതിനു മുൻപുള്ള ആ 100 അടികളാണ് യഥാർത്ഥത്തിൽ ആ മാറ്റം സാധ്യമാക്കിയത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ പക്ഷേ സ്ഥിരമായ പരിശ്രമങ്ങൾക്കുള്ളൊരു ശക്തിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞൻ പ്രവൃത്തികൾ ഇത്ര വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയ വിജയങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ചുവടുകൾ ഒന്നിനു പുറകെ ഒന്നായി വെച്ചതിന്റെ ഫലമാണതെല്ലാം. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ ദിവസവും വെറും 1%, അതെ, വെറും 1% മാത്രം നിങ്ങൾ മെച്ചപ്പെടാൻ തീരുമാനിക്കുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മെച്ചപ്പെട്ടിരിക്കും. അതെ, 37x. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക്. ഓരോ ചെറിയ മെച്ചപ്പെടലും അടുത്തതിനുള്ളൊരടിത്തറയാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ വളർച്ചയുടെ വേഗത നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും. പക്ഷേ അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം. എല്ലാ ദിവസവും നമ്മളിങ്ങനെ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കതൊന്നും ഫീൽ ചെയ്യാത്തത്? അല്ലേ? കാരണം ഇതാണ്. പുരോഗതിയുടെ ഫലം എപ്പോഴും പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് പലപ്പോഴും വൈകിയാണ് പ്രകടമാവുക. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം ഒരു വലിയ ബ്രേക്ക് ത്രൂവിനു വേണ്ടിങ്ങനെ ഊർജ്ജം സംഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമുണ്ട്. പുസ്തകത്തിൽ ഇതിനെ പ്ലാറ്റോ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. ഒരു ഐസ് ക്യൂബിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. മുറിയിലെ താപനില പതിയെ പതിയെ കൂടുകയാണ്. പക്ഷേ ഐസ് ക്യൂബിനൊരു മാറ്റവുമില്ല. അത് ഉരുകിത്തുടങ്ങുന്ന ഒരു പ്രത്യേക പോയിന്റ് എത്തുന്നതുവരെയും അത് ഐസ് ക്യൂബായി തന്നെ ഇരിക്കും. ആ ഒരു പോയിന്റ് എത്തുമ്പോൾ പെട്ടെന്നത് ഉരുകാൻ തുടങ്ങും. അപ്പോൾ ആ അവസാനത്തെ മാറ്റം മാത്രമാണോ കാരണം? അല്ല, അതുവരെ ഉണ്ടായ താപവർദ്ധനവും മുഴുവൻ ആ മാറ്റത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ പരിശ്രമങ്ങളും ഇതുപോലെയാണ്. പെട്ടെന്ന് റിസൾട്ട് കണ്ടില്ലെങ്കിലും ആ ഊർജ്ജം നഷ്ടപ്പെടുന്നില്ല. ശരി, അപ്പോൾ ശീലങ്ങൾ എങ്ങനെ നിലനിർത്താമെന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയുമോ? അത് നമ്മൾ എന്ത് നേടണം എന്നതിലല്ല, മറിച്ച് നമ്മൾ ആരായി തീരണം എന്നതിലാണ്. യഥാർത്ഥത്തിലുള്ള മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നാണ്, നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നാണ്. ഇതിലെ വ്യത്യാസം വളരെ ലളിതമാണ്. എനിക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങണം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാനൊരു പോഡ്കാസ്റ്ററാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഒരു മാരത്തോൺ ഓടണം എന്ന ലക്ഷ്യത്തിനു പകരം ഞാനൊരു ഓട്ടക്കാരനാണ് എന്ന് സ്വയം വിശ്വസിക്കുക. അപ്പോൾ ഫോക്കസ് മാറുകയാണ്. നമ്മൾ എന്ത് നേടണം എന്നതിൽ നിന്ന് നമ്മൾ ആരായിത്തീരണം എന്നതിലേക്ക്. ഇതൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിത്വത്തിന് നമ്മൾ നൽകുന്ന ഓരോ വോട്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും 2 മിനിറ്റ് പോഡ്കാസ്റ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനൊരു പോഡ്കാസ്റ്ററാണ് എന്ന നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളൊരു വോട്ട് നൽകുകയാണ്. ഒരു പേജ് വായിക്കുമ്പോൾ ഞാനൊരു വായനക്കാരനാണ് എന്നതിന് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വോട്ടുകൾ ചേർന്നാണ് ആത്മവിശ്വാസമുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് ഈ ശീലങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിന് പിന്നിൽ വളരെ സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മെക്കാനിസമുണ്ട്. നമ്മുടെ ഓരോ ശീലത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു 4 സ്റ്റെപ്പ് സൈക്കിൾ. ഏത് ശീലമെടുത്തു നോക്കിയാലും അതിന് ഈ 4 ഘടകങ്ങൾ കാണാം. ആദ്യമൊരു സൂചന, അതായത് ഒരു ട്രിഗർ. അത് നമ്മളിലൊരു ആഗ്രഹമുണ്ടാക്കും. ആ ആഗ്രഹമാണ് നമ്മളെക്കൊണ്ട് ഒരു പ്രവൃത്തി, അതായത് ആ ശീലം ചെയ്യിപ്പിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു പ്രതിഫലം കിട്ടും. ഈ ഒരു ലൂപ്പ് നമ്മുടെ തലച്ചോറ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു. അതാണ് സൂചന. പെട്ടെന്ന് നമുക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. അതിൽ നിന്നൊരു രക്ഷപ്പെടൽ വേണമെന്ന് തോന്നും. അതാണ് ആഗ്രഹം. നമ്മൾ എന്തു ചെയ്യും? ഉടനെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ തുറക്കും.
ഇതാണ് പ്രതികരണം. അത് ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായൊരു റിലീഫ് കിട്ടും. അതാണ് പ്രതിഫലം. ഈ സൈക്കിളിങ്ങിനെ ആവർത്തിക്കുമ്പോഴാണ് അതൊരു ശീലമായി മാറുന്നത്. ഇതുവരെ നമ്മൾ കുറേ തിയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കിലേക്ക് വരാം. മടിയെ മറികടന്ന് ഏതൊരു പുതിയ ശീലവും തുടങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കിടിലൻ ഐഡിയ. ഇതിന്റെ പേരാണ് 2 മിനിറ്റ് നിയമം. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ശീലം എത്ര വലുതാണെങ്കിലും അതിനെ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ രൂപത്തിലേക്ക് മാറ്റുക. ഇവിടെ നമ്മുടെ ലക്ഷ്യം റിസൾട്ട് ഉണ്ടാക്കലല്ല, മറിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ അത് തുടങ്ങുകയെന്ന കാര്യത്തിൽ ഒരു മാസ്റ്റർ ആവുകയാണ്. ഇത് എത്ര പവർഫുൾ ആണെന്ന് നോക്കിക്കേ. നിങ്ങളുടെ ലക്ഷ്യം ഒരു മാരത്തോൺ ഓടുക എന്നാണെങ്കിൽ 2 മിനിറ്റ് നിയമം അനുസരിച്ച് അത് റണ്ണിംഗ് ഷൂസ് എടുത്ത് ഇടുക എന്നായി മാറും. ഒരു വർഷം 30 പുസ്തകം വായിക്കണം എന്നാണോ? വേണ്ട, ഒരു പേജ് വായിക്കുക എന്നാക്കി മാറ്റുക. ഒരു അടിപൊളി പോഡ്കാസ്റ്റ് തുടങ്ങാനാണോ നിങ്ങളുടെ പ്ലാൻ? എങ്കിൽ 2 മിനിറ്റ് റെക്കോർഡ് ചെയ്യുക എന്നതിൽ നിന്ന് തുടങ്ങാം. ആ തുടക്കം കിട്ടുക എന്നതാണ് പ്രധാനം. കാരണം ഒന്ന് തുടങ്ങിവെച്ചാൽ പിന്നെ മുന്നോട്ട് പോകാൻ നമുക്കൊരു മടി തോന്നില്ല. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ പുതിയ വ്യക്തിത്വത്തിനു വേണ്ടി വോട്ട് ചെയ്യാൻ ഏത് 2 മിനിറ്റ് ശീലമാണ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. കാരണം ഓർക്കുക, ഏറ്റവും വലിയ യാത്രകൾ പോലും തുടങ്ങുന്നത് ഒരൊറ്റ ചെറിയ കാൽവെപ്പിൽ നിന്നാണ്.